ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സിലോട്ട് സ്വാഗതം. ഞങ്ങളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ചെമ്മീനും ചക്കക്കുരുവും കൂടിയുള്ളൊരു കറിയാണ്. തയ്യാറാക്കുന്നത് അമ്മച്ചിയാണ്. അപ്പോൾ അത് ചെമ്മീനും ചക്കക്കുരുവൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അടുക്കളയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെമ്മീൻ, വാഴനാരൻ ചെമ്മീനെന്നും പറയും ഇതിന്. ഇത് നമ്മളിന്ന് ചക്കക്കുരും ചെമ്മീനും കൂടെ വറുത്തരച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തരച്ച് വെക്കുന്ന ഒരു കറിയാണ് ഇണക്കുന്നത്. ഇത് നമ്മൾ കഴുകി പൊളിച്ച് ക്ലീനാക്കിയൊക്കെ എടുക്കണം. ചെമ്മീനിട്ട് ഇനി തേങ്ങാക്കൊത്താണ്, പിന്നെ ചക്കക്കുരു അതിൻ്റെ ശേഷം തേങ്ങാക്കൊത്ത്, വേപ്പല, പച്ചമുളക്, കൊച്ചുള്ളി. ഇനി ഇത് വെള്ളമൊഴിച്ച് നമുക്ക് അടപ്പത്ത് വെക്കാം. പുളി ഇത് തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ പുളി ഇടുന്നത്. ഇത് തിളച്ച് വെന്തിട്ട് നമുക്ക് പുളി ഇടാം, പുളി ഉപ്പും ഇടാം. മരുന്ന് തിളക്കട്ടെ, തിളച്ചതിൻ്റെ ശേഷമാണ് പുളി ഉപ്പ് ഇടണത്. അതല്ലെങ്കിൽ ചക്കക്കുരു വേഗമല്ല. ഇത് ഇച്ചിരി എണ്ണ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പീര ഇതിലേക്ക് ഇടുന്നത്. വറുത്തരക്കാനുള്ള പീരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് മൂത്തിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ഇതിൽ ചേർക്കാൻ. അതിൻ്റെ ഒരു ചുമപ്പ് നിറമാകുമ്പോൾ നമുക്ക് ആ മല്ലിപ്പൊടി മസാലപ്പൊടി എല്ലാം ചേർക്കാം. ഇതിൽ 2 വെളുത്തുള്ളി കിടക്കട്ടെ. 5-6 കുരുമുളക് കൂടെ ഈ കൂട്ടത്തിൽ ഇടണം. നമ്മളിത് വറുത്തരക്കാൻ പോകുന്നതിൽ ചേർക്കേണ്ട പൊടികളാണ് മല്ലിപ്പൊടി, ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, തേങ്ങ മസാല പൊടിച്ചത്, മസാല തനിയെ പൊടിച്ചത്, പിന്നെയാണ് മുളക് പൊടി. ഇത് ചേർത്താണ് നമ്മൾ വറുത്തരക്കണത്. എണ്ണ ഒഴിച്ച് മൂപ്പിച്ചാണ് എടുക്കണത്. ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. പീരയൊക്കെ മൂത്തതാണ്. വെച്ചിരിക്കുന്നതിൽ ഉപ്പും പുളിയൊന്നും ചേർത്തില്ലായിരുന്നു. അത് നമ്മളത് ഇപ്പോഴാണ് ചേർക്കണത്. ഒരുവിധം വെന്തതിൻ്റെ ശേഷമേ ചേർക്കാവുള്ളൂ. ഒരുവിധം വെന്തിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് പിടിക്കുകയുള്ളൂ. ഉപ്പൊക്കെ വെന്ത ചേർക്കാവുള്ളൂ. ഇനി നമ്മൾ ഈ വറുത്തരക്കണ അരപ്പ് ചേർത്താൽ മതി. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ടൊരു ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ അരക്കാം. ഇന്ന് മഴയൊക്കെ അല്ലേ, മിക്സിയിൽ അരച്ചാൽ മതി. ഇത് വെന്തിരിക്കുകയാണ്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഈ മിക്സിയിലാണ് അരച്ചത്. ഈ അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ലേശം തിളച്ചൊന്നുകൂടെ ലേശം വെള്ളം ഒഴിക്കേണ്ട വെള്ളമുണ്ട്. തിളച്ച് പറ്റട്ടെ, എണ്ണ തെളിയട്ടെ. എന്നിട്ട് നമുക്കൊരു വറ കൂടെ കൊടുത്തിറക്കാം. വറ കൊടുക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ്. അതിൻ്റെ ശേഷം കടുകിടാം.
നമ്മളിത് ഈ കറി റെഡിയാക്കിയതിലേക്ക് ഇത് ഈ കടുകൊക്കെ വറുത്തത് താളിക്കാണ്. വറതാളി വേപ്പില ഇട്ട് ഉണക്കമുളക് ഇട്ട് കൊച്ചുള്ളി ഉണക്കമുളകും വേപ്പിലയും കടുകൊക്കെ ഇട്ടത് വറതാളിക്കലാണിത്. ഇത് കറി ഒന്ന് ചെറുതായിട്ട് തണുക്കുമ്പോൾ വേണം ഒഴിക്കാൻ. ഇപ്പോൾ കറി വറ്റിയിട്ടുണ്ട്. നമ്മളിതേ കറി എടുക്കുകയാണ് പാത്രത്തിലേക്ക്. ചെമ്മീനും ചക്കക്കുരും തേങ്ങാക്കൊത്തും കൂടെയുള്ളൊരു ഷാപ്പിലക്കറി. പുളിയൊക്കെ ഉണ്ടോ? പുളിയൊക്കെ ഉണ്ട്, കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ട്. ചെമ്മീനും ചക്കക്കുരും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുന്നൊരു വറുത്തരച്ചൊരു കറിയാണ് ഇണക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.